പഠിക്കാൻ മോശക്കാരായ മണ്ടൻകുട്ടികളെ സ്കൂൾ വക ജയിലിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പഠിച്ചാ മതിയല്ലോ പിന്നെ. അയ്യോ, സ്വർണ്ണ വില 1 ലക്ഷത്തിലേക്ക്. കൊള്ളാം. 1 പവൻ 1 ലക്ഷം രൂപ കൊടുക്കണം. ചുമ്മാ വന്നോ ഭഗവാന്റെ സ്വർണം വരെ ഓരോരുത്തർ അടിച്ചോണ്ട് പോകുന്നത്. എന്താടാ? സ്വർണ്ണവില പവൻ 1 ലക്ഷത്തിലേക്ക് കുതിക്കുന്നു. എന്റെ അമ്മ 1 ലക്ഷം രൂപയോ? പെണ്ണുങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? പെണ്ണുങ്ങൾ പുറത്തിറങ്ങാതിരുന്ന ഇവിടുത്തെ സകല പല പ്രശ്നങ്ങളും ഒത്തുതീർക്കും. പിന്നെ അത് മാത്രമല്ല, ഈ സ്വർണ്ണം ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരുത്തം വന്ന് മാല പൊട്ടിച്ചു, 2 ലക്ഷം രൂപ അവന്റെ ഏറ്റവും കുറഞ്ഞത് കയ്യിരിക്കും. ഇനി അഥവാ ഇവനെ നാട്ടുകാർ പിടിച്ചാലോ 2 അടി. എങ്ങനെ നോക്കിയാൽ അവനാ ലാഭം. നല്ല ബിസിനസ് മച്ചമ്പി. എടാ, സ്വർണത്തിന് ഇനി എത്ര വില കൂടിയാലും കുറെ എണ്ണങ്ങളുണ്ട്. കുറെ പെണ്ണുങ്ങൾ ആദ്യമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങ് അണിഞ്ഞൊരുങ്ങി ഇറങ്ങി നടക്കുന്നു. ഒരു കാര്യം പിന്നെ നടന്ന പെണ്ണുങ്ങള് ഇതിപ്പോ ഇതിന്റെ പ്രധാന കാര്യം നീ ശ്രദ്ധിച്ച് ചോദിക്കോ. ഇച്ചിരി സാമ്പത്തികം ഉള്ള സൗകര്യമുള്ളവർ അല്ലെങ്കിൽ ജ്വല്ലറി മുതലാളിമാരുടെ ഭാര്യമാർ അവരൊക്കെ നോക്ക്. അവരൊക്കെ വളരെ സിമ്പിളായിട്ട് ഫാൻസി മാലയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് കിടക്കും. ഇത് ഒന്നും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുറെ എണ്ണമുണ്ട്. ഇതിൽ വാങ്ങിക്കാൻ ഇല്ലെങ്കിലും അയൽവക്കത്ത് പോയി കടം വാങ്ങിച്ചിട്ട് ഇറങ്ങി നടക്കും. എന്നിട്ട് ആണുങ്ങൾ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാ. ഉള്ളവരിടാൻ അവർക്ക് ഇഷ്ടം പോലെ അവരുടെ കെട്ടിയന്മാര് മേടിച്ചു കൊടുത്തിട്ടുണ്ടാവേ. അലമാരിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടാവും. ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിയന്മാർ അങ്ങനത്തെയാ. ഇതേപോലുള്ള തത്വശാസ്ത്രം വിളമ്പിക്കൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. ഒന്നും മേടിച്ചു കൊടുക്കൂല. അപ്പൊ അവർക്ക് കൊതി ഉണ്ടാവും. ഇപ്പത്തെ കാലാവസ്ഥയിൽ ഇട്ടോണ്ട് പുറത്തോട്ട് ഇറങ്ങണം. ചിലങ്ങൾ ഇട്ടോണ്ടാണ് നമുക്ക് തന്നെ പിടിച്ച് പൊട്ടിച്ചോണ്ട് പോകാൻ തോന്നും. അതെ, ചില അമ്മച്ചിമാരൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ ഒരുങ്ങി. പക്ഷെ ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് പറയുന്നത് സ്വർണ്ണ സമ്പാദ്യം. സ്വർണം മേടിച്ചു വെച്ചോ, ഓരോ ദിവസവും വില കൂടിക്കൊണ്ട്. ഇത് വാങ്ങിച്ചോണ്ട് വയ്ക്കില്ലേ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഒറ്റ അടിക്കൊട്ടും താഴെ വീഴും. വീഴും. എന്ത് വീഴണേ നോക്കിയിരുന്നു, കുത്തി വീഴും. നിങ്ങൾ ഭഗവന്മാരുടെ സ്വർണം വരെ ആൾക്കാർ കൈയിട്ട് വാരി മോട്ടിച്ചോണ്ട് പോയി. ഭഗവന്മാർക്ക് പോലും രക്ഷയില്ല. ഭഗവന്മാരുടെ പേരിലോട്ട് പ്രാർത്ഥിക്കുക, എന്റെ സ്വർണം കാത്തോണേ. നേരെ അതുകൊണ്ടാ ഈ ദൈവത്തിനെയും പേടിയില്ലാതായി. അതുകൊണ്ടാ ഇപ്പൊ ഈ ഭഗവാന്റെ ഇതൊന്നും മേടിച്ചോണ്ട് പോണത്. ഇത്രയും വിലയല്ലേ, അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. എന്ത് ചെയ്യുമല്ലേ ഇങ്ങനെയായ? എല്ലാവരും പേടി വരും, പേടിപ്പിക്കും. ഞങ്ങള് അതിനുള്ള പരിപാടിയായിട്ട് ഇറങ്ങണ പാർട്ടി DDT പാർട്ടി. എന്ത് പരിപാടി? ഈ അടിച്ചോണ്ട് പോയ സ്വർണ്ണം ഉണ്ടല്ലോ, അതിനെ പൊക്കി തിരിച്ചു കൊണ്ടുവന്ന് യവന്മാരെ പിടിച്ച് അകത്ത് ഇടുന്നവരെ ഞങ്ങളുടെ DDT പാർട്ടിക്ക് ഇനി വിശ്രമമില്ല. അതിനുള്ള പരിപാടികളാണ് ചെയ്യാൻ പോണേ. ആ വരവ് കണ്ടിട്ട് രണ്ടും കൂടി ഉടക്കിയ പോലെ ഉണ്ടല്ലോ. ഒരു ഗ്യാപ്പ്. ഇന്ത്യയും പാകിസ്ഥാനും വരും പോലെ. കനകല്ലേ അവിടെ? ഇല്ല, അവൻ ആ പരീക്ഷയുടെ കാര്യത്തിന് വേണ്ടിട്ട് രാവിലെ പോണ്ട്. ആകെ കുഴങ്ങിയല്ലോ. ഒരു കാര്യം പറയാൻ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് കേറി പോവാ. എന്തോ ഭീകരമായ പ്രശ്നമാണെന്ന് തോന്നുന്നത്. എന്താന്ന് അത് ആരെങ്കിലും ഒന്ന് പറയും. സ്വർണം ചെമ്പായി. കാണാ, അതിനെതിരെ ഞങ്ങൾ DDT പാർട്ടി ഇറങ്ങാൻ പോകുന്നുണ്ട്. എല്ലാത്തിനും പോക്കി അകത്താക്കിയിട്ടേ ഞങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുള്ളൂ. അതല്ലടാ, ഇങ്ങനെ പ്രസിഡന്റ് ആയിരിക്കുന്ന അമ്പലത്തിലെ സ്വർണ്ണമില്ലേ, അത് ചെമ്പാന്ന്. അതും ചെമ്പായ? എന്റെ അമ്മ, അതെന്താ സംഭവം? കാര്യം പറ. അന്ന് മീറ്റിങ്ങിന് പോയപ്പോ ഞാൻ പറഞ്ഞതാ, ഒരു സ്ഥാനം ഏക്കാതെ വരണമെന്ന്. പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് വന്നിപ്പോ. ഈ വയസ്സുകാലത്ത് ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാരും നിർബന്ധിച്ചപ്പോ അങ്ങനെ പ്രസിഡന്റ് ആയിന്നുള്ളൂ. അല്ലേ, ഇപ്പൊ എല്ലാം തലയിലായല്ലോ. എന്താ സത്യത്തിൽ സംഭവിച്ചെന്താണ്? ഇപ്പോഴാണെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും ഈ സ്വർണം ചെമ്പാവുന്ന പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്മിറ്റിയിൽ ഞങ്ങളൊരു 2-3 ആൾക്കാർ കൂടിയിട്ട് നമ്മുടെ സ്വർണം ഒന്ന് നോക്കാം എന്ന് എന്റെ നിർബന്ധത്തിന് ഒന്ന് പരിശോധിച്ച് നോക്കിയ. ഒരുപാട് ആഭരണങ്ങളൊന്നും ഇല്ലെങ്കിലും ചില ഭക്തര് വഴിപാട് തന്നിട്ടുള്ളതായിട്ടുള്ള ഒരു 3-4 മാലകൾ ഭഗവാന്റെ ഉണ്ട് അവിടെ. അതിൽ 2 മാല ചെമ്പ്. ഈ
അവിടെ വഴിപാടായിട്ട് കൊണ്ട് തന്നവർ ആദ്യമേ ചെമ്പ് തന്നെ തന്നാണെങ്കിലോ? അങ്ങനെ സംഭവിക്കില്ല. അമ്പലത്തിലെ കമ്മിറ്റീനെ ഒരാളൊരു സ്വർണ്ണമാല ഏൽപ്പിക്കുമ്പോൾ അത് സ്വർണ്ണമാണോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ സ്വീകരിക്കുള്ളൂ. സ്വർണ്ണമായിരുന്നു എന്ന്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ 2 മാല ചെമ്പ്. അതിപ്പോ പ്രശ്നമാണല്ലോ. ഇതിപ്പോ എന്താ വെച്ചാൽ 2-3 പേരെ പ്രശ്നം അമ്മാവനല്ലേ? ഇതിപ്പോ കമ്മിറ്റിയിൽ ഞങ്ങൾ 2-3 പേരെ അറിഞ്ഞിട്ടുള്ളൂ. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. പ്രശ്നം ഒന്നാമത് ഇപ്പൊ ഈ സ്വർണ്ണം ചെമ്പാവുന്ന സീസൺ നിൽക്കുക. പ്രശ്നം തന്ത്രി പറയണത് പോലീസിൽ അറിയിക്കാനാ. അതാ ഏറ്റവും നല്ലത്. കൊടുക്ക്. അയ്യോ അത് വലിയ പ്രശ്നം ഓടി. പോലീസിൽ പരാതി പറയാൻ എന്താ പ്രശ്നം? അത് വേണ്ട. ഇങ്ങേരുടെ നിർബന്ധപ്രകാരം അവിടെ ശാന്തിക്കാരനെ വെച്ചത്. ആ ശാന്തിക്കാരൻ വേണ്ടെന്ന് അമ്പലത്തിൽ എല്ലാവരും പറഞ്ഞതാ. അപ്പം ഇങ്ങേർക്ക് ഒരേ വാശിയാ. അത് എന്ന് വെച്ചാൽ അവിടുത്തെ തന്ത്രിക്ക് പറ്റാണ്ട വന്നൊരു സമയത്ത് താൽക്കാലികമായിട്ട് ഒരു തന്ത്രീനെ നിയമിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പരിചയത്തിലുള്ള ഒരു തന്ത്രീനെ ഞാൻ നിർബന്ധിച്ച് അവിടെ നിയമിച്ച്. അവസാനം അയാളെ മാറ്റിയിട്ട് പഴയ തന്ത്രി വരും ചെയ്തു. ഇപ്പം എല്ലാവരും പറയുന്നത് ഈ തന്ത്രിയാണോ മാറ്റിയെന്നൊരു സംശയം ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ആ തന്ത്രി അങ്ങ് പൊക്കണം. അത്രേ ഉള്ളൂ. അതിനുള്ള പരിപാടി ചെയ്താൽ മതി. ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഫോൺ വിളിച്ചെടുക്കണില്ല. ആ തന്ത്രി തന്ന അഡ്രസ്സിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തായാലും അയാളെ കാണാനില്ല. അപ്പൊ അമ്മാവൻ കൊടുക്കും. പിന്നെ അല്ലാണ്ട് അമ്മാവന്റെ നിർബന്ധത്തിലല്ലേ ആളെ ഒത്തു വിളിച്ച നാട്ടുകാർ പറയും. ആന്ന്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പ്രസിഡന്റ് ആയാലും അമ്പലത്തിലുള്ള എല്ലാവർക്കും വിരോധം. പണി. ഇനിയിപ്പോ അമ്മാവൻ നിരപരാധി ആണെങ്കിൽ പോലും ഈ ശത്രുക്കളുണ്ടല്ലോ അവര് പറഞ്ഞു വരും. ഞാൻ നിരപരാധി ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഭഗവാന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്തത്. എനിക്കിപ്പോ ആ സ്വർണത്തിന്റെ ആവശ്യമുണ്ട്. അല്ലാണ്ട് തന്നെ ഭഗവാൻ തരുന്നില്ലേ. ഇപ്പൊ നമ്മുടെ ഞങ്ങൾ ഇപ്പൊ ഈ എടുത്ത ഒരു കേസിന്റെ കൂടെ ഈ ഒരു കേസിനും കൂടെ സമരം ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ സമരം ചെയ്ത നാട്ടിൽ നാളെ വാർത്ത വരും. സ്വർണം ചെമ്പായി. കമ്മിറ്റി പ്രസിഡന്റ് ഗിരിരാജൻ ഇത് സംശയത്തിന് നിഴലിൽ. മാവാ സമാധാനായിട്ടിരിക്കും. എന്ത് ചെയ്യണേ നീ? ഗിരിരാജൻ ചേട്ടാ. ആ ഉണ്ട്. ഞങ്ങള് അമ്പലത്തിൽ നിന്നാ. മനസ്സിലായി. ഞാൻ സെക്രട്ടറി, ട്രഷറർ. എനിക്ക് അറിയാം. ചേട്ടൻ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് മുങ്ങിയല്ലേ? അയ്യോ ഞാൻ മുങ്ങിയതല്ല. ഞങ്ങളെ ഗിരിയാട്ടന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. അതെ ഞാൻ ഇത് മറ്റേ അമ്പലത്തിന്റെ ട്രഷറർ സെക്രട്ടറി രാജന് ശ്യാമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പോലീസിലുള്ള. സാറിനെ അറിയാം. ഞാൻ മുങ്ങിയതല്ല കേട്ടോ. ഞാന് ചേട്ടാ പണി ആകെ പാളി നിൽക്കുക. അറിയാലോ, കമ്മിറ്റിയിൽ ആകെ വിഷയം. നാട്ടുകാരൊക്കെ ഇടപെടും. അതിനു മുമ്പാ ഞങ്ങളിങ്ങ് വന്നത്. ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മളെ ശാന്തിക്കാരനെ വെച്ചത്. അറിയാലോ ഇത്. ഗിരിയാട്ടൻ ഇത് അറിയാലോ. അതെ. ആ അമ്പലം പിഴിങ്ങളെ കാര്യം അറിയാലോ. നമ്മളായിട്ട് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? അതെ. കാര്യം പുകിലറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചേട്ടൻ ഒരു തീരുമാനം എടുക്കണം. ഓക്കെ. ഈ അയാൾ ആ ശാന്തിക്കാരനെ നമുക്ക് പൊക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എപ്പോഴ്? അല്ല ഇനിയിപ്പോ അയാളെ പൊക്കിയാൽ തന്നെ അയാളെ കൈമല്ലത്തെ എന്ത് ചെയ്യും? അതല്ലേ കാരണം. 2-3 ലക്ഷം രൂപയുടെ സാധനമാ. ഇനി പുതിയത് പുതിയത് വാങ്ങിച്ചാൽ തന്നെ പഴയതുപോലെ ആവുന്ന എന്താ ഉറപ്പ്? സമാനായിട്ടിരിക്കും. നമുക്ക് നാളെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കാന്നേ. നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഇതിപ്പോ കമ്മിറ്റിയിൽ കുറച്ച് പേര് അറിഞ്ഞിട്ടോ. അതാണ് ഇപ്പോൾ ഓടി വന്നത് ഞങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ. നമ്മളെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇത്. അല്ല ഗിരിയാട്ടൻ അറിയാലോ. പിന്നെ പുകയിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റൂല. ആകെ പ്രശ്നമാവും. പ്രത്യേകിച്ച് അമ്പലത്തിന്റെ കാര്യമാണ്. ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ശാന്തിക്കാരനെ വെച്ചത് തന്നെ. കഴിഞ്ഞ കമ്മിറ്റിയിലും അത് അവതരിപ്പിച്ചതാണ്. അപ്പൊ അതൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയേ പറ്റും. ചെയ്യാന്ന് പറഞ്ഞല്ലോ നിങ്ങള്. ഗിരിയാട്ട ഒരു കാര്യം പറയാം. ഇത് 1-2 രൂപയുടെ പരിപാടിയല്ല. 3 ലക്ഷം രൂപയുടെ ഉപ്പേരെ സാധനമാണ്. സമാധാനം ഗിരിയാട്ടൻ പറയേണ്ടി വരും. അതെ പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിലെ മറ്റേ സെക്രട്ടറിയും അമ്പലത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റ് ആളെയാ. പ്രസിഡന്റ് അല്ല ട്രഷറർ. ശരി. അതെ. അപ്പൊ എന്തായാലും കമ്മിറ്റിക്കാരെല്ലാരും ഉള്ള സ്ഥിതിക്ക് പറയാം. ഞാൻ ഇവിടെ ആ ശാന്തിക്കാരന്റെ പ്രദേശത്തൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചു. ഞങ്ങളെ പാർട്ടിക്കാരൊക്കെ അന്വേഷിച്ചു. പക്ഷെ അവിടെ ആർക്കും അയാൾ എവിടെയാണെന്നോ ഇതുവരെ ആ പ്രദേശത്ത് വന്നതായിട്ട് ഒരു വിവരവും ഇല്ല.
മൊത്തത്തിലൊരു ദുരൂഹതയുണ്ട്. എന്താ ചെയ്യ? എന്ത് ഇതിപ്പോ അവസാനം ചേട്ടന്റെ തലയിലാവും. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അതെന്താ അങ്ങനെ സംസാരിക്കണം? അത് ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ ശാന്തിക്കാരനെ നിയമിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ ചേട്ടന്റെ ഒറ്റ വാശിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറച്ചിൽ കേട്ടാത്തോന്നും അമ്മാവ് ഇതെല്ലാം എടുത്തോണ്ട് പോയ പോലെയാണല്ലോ പറയണത്. പിന്നെ നമ്മളെന്ത് പറയാൻ? നമ്മളൊരു കമ്മിറ്റി ഒരു സംഘടന ഒരു സംഘടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരാളെ ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? അല്ല, ഇത് രാഷ്ട്രീയ പാർട്ടി പോലെ അല്ല, ഇത് ഒരു അമ്പലത്തിന്റെയാണ്. അപ്പൊ അതെ സുഹൃത്തെ, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നമ്മളും എല്ലാം ഉള്ളത് തന്നെ, പല ഇതിലും ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു ഒത്തൊരുമയോട് നിൽക്കണ്ട, നിങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തർക്കിക്കണ്ട. പോലീസ് അതിന്റെ രീതി അന്വേഷിക്കുന്നുണ്ട്. സാറിന് വിശ്വാസമുണ്ട്. പക്ഷെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ചേട്ടന്റെ തലയിലായി. അത്രേ ഉള്ളൂ. ഞങ്ങൾ പോകും. ചേട്ടന്റെ തലയിലെ മുതുകൊക്കെ അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. ഇങ്ങനെയുള്ള ആളുകളായിട്ട് എന്തിനാ മാവാ കമ്മിറ്റിയിലൊക്കെ വേറെ പണിയൊന്നും ഇല്ല. അല്ല, ഒരു പിണക്കല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ. ശരി, നട്ടലിന് ഉറപ്പില്ലാത്ത ആളുകളോടാണ്. ചേട്ടന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷെ കാര്യം നടന്നില്ലെങ്കിൽ അവസാനം ആകെ പണിയാവും. നല്ല ആളുകളാ. കേറി കേട്ടോ, കൊള്ളാം. ഞങ്ങൾക്ക് എത്രേ പറയാനുള്ളൂ. ഇതിനൊന്നും പറ്റൂലെങ്കിൽ ഇതിൽ ഇരിക്കരുത്. കമ്മിറ്റി അവരുടെ പ്രഷർ കേട്ടല്ലേ അത്. എങ്ങനെയാണ് സംസാരിക്കാനുള്ളത്? ഒരു മയത്തില് എന്ത് കഷ്ടം നോക്കി. കഷ്ടം. അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി കൊണ്ടുവന്നാണ്. എല്ലാരും കൂടി അത് കൊളാക്കി തരും. അപ്പോൾ സമാധാനമല്ല. അമ്മ അങ്ങ് ഒരാളെ മണ്ടയ്ക്ക് അങ്ങ് പഴിയാരുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ നയത്തിൽ ഇടപെടണം. ചില സമയത്ത് കുറച്ച് സംയമനം പാലിക്കണം നമ്മൾ. പിന്നെ ഇങ്ങനെ നിലപാടില്ലാത്തത് ഇങ്ങനെ തന്നെ പെരുമാറും. ഈ അമ്മാവന് ഇത്ര കൊതിയാണെങ്കിൽ ഞാൻ കൊടുങ്ങാവളെ പള്ളിയിലെ പ്രസിഡന്റ് ആക്കി. ഇങ്ങനെയൊക്കെ വല്ല മോഹമുണ്ട്. അതെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരന് ഒരുപാട് അമ്പലങ്ങളിൽ താൽക്കാലികമായ പൂജാരിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശം അങ്ങനെയുള്ള പല അമ്പലങ്ങൾ തപ്പിപ്പിടിച്ച് അവിടെ ഒന്ന് അന്വേഷിക്കുക ആ പ്രദേശത്ത്. അപ്പം അത് തന്നെ അതിപ്പോൾ ഞാനേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിൻ്റെ കാര്യമാണെന്ന് കൂട്ടിക്കോ. പക്ഷെ നിങ്ങളിങ്ങനെ സംശയങ്ങൾ ചോദിക്കണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് ചെയ്യ്. DDT പാർട്ടിയുടെ ആവശ്യമാണെന്ന് കരുതി അങ്ങോട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്ക്. അതൊക്കെ ഞാൻ വഴിയെ പറയാം, എന്താണ് ആരാണെന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ആദ്യം ഈ ആളിനെ കണ്ടെത്താൻ പറ്റും, അത് നോക്ക്. ഓർത്തന്മാരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഏറ്റവും പാട്. ഒന്നാമത് അമ്മാവൻ വിഷമിച്ചിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യരോട് പോയി വഴക്കുണ്ടാക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്തായിരുന്നു? പിന്നെ അവന്മാരെന്ത് വർത്താനമാണ് പറഞ്ഞത്? അവന്മാരുടെ വർത്താനത്തിൽ നിന്ന് അമ്മാവ് എന്തോ കുറ്റക്കാരനായിട്ടല്ലേ ആ രീതിയിലല്ലേ ചിത്രീകരിച്ചത്? പിന്നെ അമ്മാവൻ ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലേ ഞാൻ അമ്മമാരെ കാണിച്ചു കൊടുത്തന്നെ. പിന്നെ അല്ലാതെ നിങ്ങൾ ഒന്നാമത്തെ ഇതെല്ലാം കുളവാക്കും. നിങ്ങൾ നീ എന്തൊക്കെ അങ്ങനെ സംസാരിക്കണത്? എന്റെ പറഞ്ഞിട്ടൊന്നും ഞാനെന്തോ കട്ട പോലെയാണല്ലോ. ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്യാന്ന് വെച്ചാ നിങ്ങൾ രാഷ്ട്രീയക്കാര് അഴിമതി കാണിക്കാറില്ലേ? അതൊക്കെയാണ് നീ ഇപ്പൊ കാണാൻ. നിന്റെ പറഞ്ഞോട്ടെ ഞാനൊന്ന് കുഴപ്പക്കാരൻ. കുഴപ്പമുണ്ടേ. കുഴപ്പം ഞാൻ തന്നെ കുഴപ്പം ഞാൻ തന്നെ എടുത്തത്. നീ കിടന്ന് ചാടാതിരടാ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളാ നീ ജോലിയിൽ ഇരുന്നപ്പോ തന്നെ ഒരു പുണ്ണാക്കം നടന്നിട്ടില്ല, പിന്നെയാണ് ഇനിയിപ്പോ ഇത് ചെയ്യാൻ പോണത്. നിന്റെ പറഞ്ഞോടെ എനിക്ക് ജോലി നഷ്ടപ്പെടുന്നൊന്നുമില്ലടാ. എനിക്കിപ്പോഴുള്ള കാര്യങ്ങളില്ലേ, പോയി വരുന്ന നിൽക്കുന്ന കാര്യമല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എടുത്തായിട്ടൊന്നും ചെയ്യാതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഞങ്ങളെ പാർട്ടിയിലെ പിള്ളേർ ഞങ്ങൾ വേണ്ട കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളത് കണ്ടെത്തി കാണിച്ചു തരാം. അല്ലെ, ഇതൊക്കെ രഹസ്യമായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഈ എന്താണ് ഇലയ്ക്കും മുള്ളിനും കേടില്ല. ഞങ്ങൾ നോക്കണം. നിങ്ങളിത് കുളമാക്കരുത്. നീ ഇടപെടാതിരിക്കരുത്. ഞങ്ങൾ കുളമല്ല, ഞങ്ങളിത് കടലാക്കും. അതാണ് പേടി. എടേ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയിലും ഒരുപാട് രഹസ്യങ്ങളും പല കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നിങ്ങളെ പോലീസുകാരെക്കാളും മിടുക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. നീ ഒരു കാര്യം, നാട്ടില് ക്രമസമാധാനം പാലിക്കേണ്ട ആരാണ്? അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. മനസ്സിലായില്ലേ? ഞങ്ങൾ നോക്കിക്കോളാം എന്താ വേണ്ടെന്നുള്ളത്. ഒരാളെ കണ്ടെത്തണേന് ഇതിപ്പോ പോലീസിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് അയാളെ കണ്ട് ശിക്ഷിക്കാൻ പറ്റുമോ? കോടതി ഹാജരാക്കാൻ പറ്റുമോ? പോലീസ് ഞങ്ങൾ കണ്ടുപിടിച്ച് കാണിച്ചു തരും. നിങ്ങൾ കാണിച്ചു തരേണ്ട കാര്യമില്ല. ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളെ വഴിക്ക് ചെയ്തോട്ടെ. ഞാനല്ലേ ഇടപെടേണ്ടത്? നിങ്ങളെ വഴിക്ക് കുളവാക്കും ഇത്. ആയിക്കോട്ടെ. പുറത്തിറങ്ങി നാട്ടുകാർ അറിയില്ല മൊത്തം. ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കണത്. പിന്നെ വലിയ പാടായിട്ടുണ്ടല്ലോ. വല്ലയിടത്തും സ്വർണ്ണം ആരും എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ ഈ വീട്ടിലാണല്ലോ സ്വൈരിക്കേട് മുഴുവൻ. നീ പോയി അമ്മാവനെ വിളിച്ചോണ്ട് വന്നേ, ഭക്ഷണം കഴിക്കാൻ പോ. ദയവ് ചെയ്ത് നീ ഇത് ഇരുചെവി അറിയാതെ നിൽക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കുളമാക്കരുത്, നാട്ടുകാരെ അറിയിക്കരുത്. അമ്മാവനെ വിളിച്ചോണ്ട് വാ. പറയാനല്ലോ കുളം തോണ്ടാനായിട്ട് അവൻ ഇറങ്ങിക്കാം.
ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ ഇതൊന്നും കണ്ടുപിടിക്കും. ഇവന്മാര് പോലീസുകാരന്മാർ ഇവന്മാർ മടിയന്മാർ ഒരു വകയും ചെയ്യൂല. എത്ര കേസാണ് തെളിയാതെയും ഇതാളില്ലാതെയും കിടക്കുന്നത്. ഞങ്ങൾ കണ്ടെത്തും. ഈ നോക്കിയോ യവന്മാർ കണ്ടെത്തണം മുമ്പ് ഞാൻ കണ്ടെത്തി കാണിച്ച് പ്രതിയെ കൊണ്ടുവരും. ആ ആയിക്കുരിച്ചായിട്ട് വല്ലതും തിന്നാന്ന് വെച്ചാൽ മനസ്സമാനം വേണ്ടേ. ചപ്പാത്തിയും നല്ലതായിരുന്നു. എന്തോന്നത് എന്തുവാണ് മാറി നിൽക്കുക? എത്ര നേരം ഇവിടെ ഈ കോല് പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട്? മാറി നിൽക്കുന്ന പറഞ്ഞാൽ ഞാൻ ഒരാവശ്യമായിട്ട് നിൽക്കണത്. എന്താവശ്യം? ആവശ്യം പലതും ഉണ്ട്. ആ പത്രക്കാരൻ വരാനല്ലേ? എന്തെങ്കിലും ആയിക്കൊണ്ട് കൊണ്ട് നിനക്കിപ്പോ ഇവിടെ ഞാൻ എനിക്ക് അടിച്ചു മാറണ്ടേ? മാറ് ക്ലീറ്റോ. അല്ല അത് പറഞ്ഞാ പോരെ, പറഞ്ഞിട്ടത് തൂത്താ പോരെ. രണ്ട് കണ്ണില്ലേ? കാലിട്ടിട്ടും അങ്ങോട്ട് നേരം വെളുക്കുമ്പോ മുതൽ വന്ന് നിൽക്കണത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യൂല. പിന്നെ ഇവിടെ ചവറ് കിടന്നാ തൂക്കൂല, ആള് നിന്നാ തൂത്തോളാം. നിങ്ങളല്ല എന്നെ തൂത്ത് വെളിയിലാക്കാനുള്ള പരിപാടിയാണ്. എന്തുവാ മോനെ ഇത്ര ലേറ്റ്? എത്ര നേരം? ഓ പൊന്നെ ശ്വാസം നേരെ വീണു. എത്ര നേരം കാത്തിരിക്കും. ഇത് വാങ്ങിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കല്ലേ? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കണ്. എടേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഞാൻ. നീ നിൽക്കണ്ടായിരുന്നു, വേണമെങ്കിൽ ഇരുന്നോ. ഇരിക്കെ കിടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഒരു വായിക്കോ നിന്നാ ഉടനെ അവനങ്ങ് ചേട്ടാ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി അങ്ങനെയല്ലേ കാണിക്കണം. ഇവിടെ എന്നാലേ മനസ്സിനൊരു സുഖല്ലടാ. എവിടെ പോണെന്ന്? അല്ല ഇനിയിപ്പോ എല്ലാവരും കൂടിയിട്ടേ ഇനിയിപ്പോ ഈ തന്ത്രീനെ കണ്ടുപിടിച്ചാൽ തന്നെ ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. തന്ത്രി പറഞ്ഞ അത് എൻ്റെ തലയിലാവും. ഒരു 2 പവന്റെ ആഭരണം എടുത്തു കൊടുക്കുക. ഭഗവാന്റെ കാര്യമില്ലേ? 3 ലക്ഷം രൂപയ്ക്കോ? ആ കാര്യം നടക്കണ്ടേ? നമുക്ക് ഇരുന്ന സമാധാനത്തിന് ആലോചിക്കാന്ന്. നീ മിണ്ടരുത്, മിണ്ടരുത് നീ. ഇതെന്താ അമ്മാവിന്റെ പറച്ചിലിടതൊന്നും സ്വർണം കട്ടത് ഞാനാണെന്ന്. പാവം ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കാ നീ ഉണ്ടാക്കി വെച്ച ഓരോ സമാധാനക്കേടും. എന്റെ അമ്മായി ഞാനെന്ത് ചെയ്തെന്നാണിത്? ഞാനെന്ത് ചെയ്തതില്? ഞാൻ വല്ലതും ചെയ്ത? ഇതിപ്പോ കൊള്ളാം. നിങ്ങളൊന്നും ചെയ്തില്ല പറയണം. ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ കൊണ്ട് പുഴുങ്ങി തിന്നടേ. ഹലോ എടാ എന്തായി? ആണോ? ക്ലീറ്റോന്റെ അവിടെ എന്തെടുക്കുവാ? ഹലോ ഹലോ എടാ. എടേ ആ മോളെ നീ അറിഞ്ഞോ? ക്ലീറ്റോയുടെ പാർട്ടിക്കാരെല്ലാം കൂടെ പറഞ്ഞു വരുത്തി എല്ലാം ബഹളമായി. പറഞ്ഞു അമ്മാവൻ സമാധാനം പറയണമെന്ന് എല്ലാരും പറയുന്നതെന്ന്. ഹലോ പറയടാ. ആണോ? ആ ശരി ശരി. അമ്മായി അയാളെ കിട്ടി. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ഫലിച്ചു കുഞ്ഞ്. ഇങ്ങോട്ട് എത്ര നേരം നോക്കിയിരിക്കുന്നു? എന്തായി? പിടികിട്ടി. ശാന്തിക്കാരങ്ങനെ കുറ്റം സമ്മതിച്ചു. അയാളുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്ന് പണയം വെച്ചതാ. പാവം. പാവോ? അയാളുടെ പൈസക്ക് ചെറിയൊരു ആവശ്യത്തിന് അങ്ങോട്ട് വെച്ചു. അയാളുടെ പൈസക്ക് എന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. എന്തുമായാലും അയാൾ ചെയ്തത് മോശമായിപ്പോയി. ഈശ്വരന്റെ പൈസ എടുത്തു വെച്ചാ കളിക്കുന്നത്. അയാളെ പോലീസുകാർ കൊണ്ടുവരാൻ ഇച്ചിരി താമസിച്ചു. അപ്പോഴത്തേനും നാട്ടുകാരൊക്കെ ഇളകി. പോലീസായില്ലാതെങ്കിൽ DDT പാർട്ടിക്കാര് മൊത്തത്തിൽ പ്രശ്നം. മച്ചമ്പി ആരുടെ സൈഡിൽ നിൽക്കണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് മച്ചമ്പി അവിടെ നിൽക്കും. പാവം ആ കനകനായിരുന്നു ഇരു ചെവി അറിയാതെ കാര്യം അങ്ങ് നടത്തിയാനെ. ക്ലീറ്റൊക്കെ രഹസ്യമായിട്ടെല്ലാം ചെയ്തത്. കുറെ ചരടുപൊലികൾ എന്റെ പേര് നടത്തിയിട്ടുണ്ട്. ഓ എന്തായാലും അമ്മാവന്റെ തലേന്ന് പോയല്ലോ. ഇപ്പഴാ മീശ ശരിക്കൊന്ന് നിവർന്നു നിന്നത്. പൊന്നോ ചിരി കണ്ടല്ലോ. അവൻ കണ്ടു തുറന്നു മക്കളെ. എന്റെ മരുമകൻ പോലീസിന്റെ രൂപത്തില് ദൈവം വന്ന് എന്നെ രക്ഷിച്ചു. അല്ല അവനെ അയാളെ എടുത്തോണ്ട് സ്റ്റേഷൻ ഇരുത്തിയിട്ട് അയാളാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞു. സമ്മതിച്ചല്ലോ. അമ്മാവ് നിരപരാണെന്ന് എപ്പോഴേ തെളിയുള്ളൂ.
അങ്ങനെയാണ് അമ്മാവൻ്റെ അടുത്തോട് വന്നത്, ഇല്ലെങ്കിൽ അവിടെ ഇരുതേണ്ടി വന്നേനെ. ഇവിടുത്തെ സ്വർണ്ണമാലയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ക്ലീറ്റോ എന്തേ? ആ ഗുരുത്തക്കെട്ടാദ്യ വരുന്നുണ്ട്, എല്ലാരും അറിയിക്കാൻ വേണ്ടിട്ട് ഒരു അവതാരം. ക്ലീറ്റോ ഒക്കെ രഹസ്യമായിട്ടാ ചെയ്തത്. ഇതൊന്ന് പൊടിയായിരുന്നു, ഈ അവിടുന്ന് വന്ന് കാണായിരുന്നു. എന്തിനാണമ്മ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു. ആ വരുന്നു. എന്ത് പറ്റിയ വിഷമം? അവിടെ തീർന്നല്ലോ. അമ്മാൻ രക്ഷപ്പെട്ട്. നിങ്ങളെല്ലാരും പറയുമല്ലോ ക്ലീറ്റോ എന്ത് ചെയ്താലും അവസാനം തോൽവിയാണെന്ന്. പക്ഷെ തോൽപ്പിക്കാണ് ക്ലീറ്റോയെ. ആര്? ഈ സംഭവം അമ്മ വന്ന് പറഞ്ഞ അന്ന് മുതൽ ഞാനും എൻ്റെ പാർട്ടിക്കാരും ഊണ് ഉറക്കമില്ലാതെ അവനെ തപ്പിപ്പിടിച്ച് ആ തന്ത്രിയെ കൊണ്ട് അവർ സ്വർണ്ണമെല്ലാം തിരിച്ചെടുപ്പിച്ച് പൈസ മുടക്കിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോയപ്പോൾ എൻ്റെ പോലീസ് വന്നിട്ടൊരു ഷോ പിഴാന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി അവരാളായി അവർ പിടിച്ചതാക്കി. ഇതിലും അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ പോലീസുകാർ. പക്ഷേ മേളിൽ ഭഗമായിരുന്നു ഇതെല്ലാം കാണുന്നുണ്ട്.